അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മോമിനിങ്ങളെ, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഈ മുസ്ലിം സമുദായത്തിനെ ഒറ്റുകൊടുത്തു എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ, മുസ്ലിം നാമധാരികൾ ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കുന്നു. യഥാർത്ഥത്തിൽ ആരാണ് ഒറ്റുകൊടുത്തത്? അത് വളരെ വ്യക്തമാണ്, ഈ കൂട്ടം തന്നെയാണ്. കാരണം എന്താണ്? ഉസ്താദ് മുസ്ലിം സമുദായത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ അടുക്കൽ ഉന്നയിച്ച് അതിന് പരിഹാരം കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അവസരത്തിലാണ് ഇവരെല്ലാം അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞു വിടുന്നത്. ഓരോന്നും പറഞ്ഞു വിട്ടുകൊണ്ട് ഇവരാണെങ്കിലോ ഒരാൾക്കൊരു ഉപകാരം പോലും ചെയ്യാൻ തുനിയാത്തവരാണ്. ഇവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിനെ ഒറ്റുകൊടുക്കുന്നവർ. ഇവരാണ് ഈ വിമർശകരാണ്. നേരെ മറിച്ച് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് എന്തെല്ലാം വിഷയങ്ങളാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഏതെല്ലാം വിഷയങ്ങളിലാണ് ചർച്ച നടത്തിയത്, അതിൻ്റെ വിവരണങ്ങളാണ് പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചത്. ഇവർക്ക് അസൂയുണ്ടാകാൻ കാരണം, ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് പുത്തനാശയക്കാരാണ്. അതിലും ജമാഅത്തെ ഇസ്ലാമി, മൗദൂദി, തീയൂദി, അടുപ്പൂതി എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം ഉണ്ടല്ലോ. അവരുടെ ചാനലുകളാണ് ആദ്യമായിട്ട് ഇത് ചർച്ച നടത്തിയിട്ട് ഇതിനെ കൊളാക്കിയത്. നേർക്കും അവരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അവർക്കെന്താണ് 3 നിലക്കാണ് അവർക്ക് അസൂയ ഉണ്ടാകുന്നത്. ഒന്നാമത്തേത്, 2 സമസ്തയും ഒന്നായി സുന്നി ഐക്യത്തിൽ ഇങ്ങനെ മുന്നേറുമ്പോൾ പിന്നെ അവർക്ക് നിലനിൽപ്പില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അതിനെല്ലാം തകർക്കണമെന്ന്, മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കണം എന്ന് വിചാരിച്ച ഒരു കൂട്ടം ഈ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള, മൗദൂദി പോലെയുള്ള ഈ കപടന്മാർ ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ് അവരെ അസൂയപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ, പ്രധാനമന്ത്രിയുടെ അടുക്കൽ പോയത് ശരിയാണ്. മാത്രമല്ല പ്രധാനമന്ത്രി തൻ്റെ പേജിൽ കാന്തപുരം ഉസ്താദിൻ്റെ പ്രശംസ അറിയിച്ചു എന്ന് ഒരു കാര്യം പറഞ്ഞു. അത് അവർക്ക് അസൂയയായി. കാരണം പ്രധാനമന്ത്രി തന്നെ ആശംസ പറഞ്ഞ് സ്വന്തം പേജിൽ അത് കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സംഭവമായി എന്ന് പറഞ്ഞിട്ട് അവർക്ക് വല്ലാത്ത അസൂയായി. മറ്റൊരു കാരണമാണ്, കാന്തപുരം ഉസ്താദ് സമസ്ത 100ാം വാർഷികം 2027 ജനുവരിയിൽ നടക്കുന്നു മലപ്പുറത്ത് വെച്ച്. അതിലെ അന്താരാഷ്ട്ര കോൺഫറൻസിന് പ്രധാനമന്ത്രി ക്ഷണിച്ചിരിക്കുന്നു, വരാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന ഒരു വാർത്തയും കൂടി വന്നു. ഇത് വന്നപ്പോൾ ആകെ ഹാലിളകി. പിന്നെ അവർ ഈ ജമാഅത്ത് ഇസ്ലാം പോലെയുള്ള ചാനലുകാർ പോയിട്ട്, മൗദൂദി പോലത്തെ ചാനലുകാർ, അതിന് പേര് പറയുന്നില്ല, അവർ പോയിട്ട് ഇങ്ങനെ ഓരോരുത്തന്മാരെ മുമ്പിൽ ഇങ്ങനെ മൈക്ക് വെച്ചിട്ട് കാന്തപുരം ഇങ്ങനെ പറഞ്ഞില്ലേ, ശരിയാണോ എന്നിങ്ങനെ ചോദിക്കുന്നു. കാരണം എന്താ, അവരെ ബായിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് അതിന് പിന്നെ കലക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമം നടത്തുന്നത്. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടെ മുതലെടുപ്പിന് വേണ്ടി എന്തെല്ലാം പറയുമെന്ന് വെച്ചാൽ, അവർ രാഷ്ട്രീയക്കാരെ നമുക്കറിയുമല്ലോ, ഇന്നൊന്ന് പറയും നാളൊന്ന് പറയും. ഇന്ന് ഒരു പാർട്ടിയിലുണ്ടാവും, അതിൽ ലാഭമില്ലാതാകുമ്പോൾ പിന്നെ ഒരു പാർട്ടിക്ക് പോകും. അതാണ് അവരുടെ അവസ്ഥ. അവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ന്യൂസുകാരും അങ്ങനെ, അവർക്ക് വിമർശിക്കുന്ന ഏതൊരു കാര്യം കിട്ടുന്നുണ്ടോയെന്ന് ഇങ്ങനെ നോക്കി നടക്കാം. ആരും പരിഹസിക്കാനോ വിമർശിക്കാനോ വിവാദം ഉണ്ടാക്കാനോ എന്തൊരു ഇട കിട്ടുന്നു എന്ന് നോക്കിയിട്ട് അത് വിമർശനമല്ലേ ജനങ്ങൾക്ക് ഇഷ്ടം. യഥാർത്ഥ സത്യസന്ധമായ കാര്യം ഉൾക്കൊള്ളുന്ന ആളുകൾ കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് വിമർശിക്കുന്നത് കേൾക്കാനും അതിലേക്ക് ശ്രദ്ധിക്കാനും ആളുകൾ കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കി ഇവരെന്താക്കുന്നു, ഇങ്ങനെ വിവാദങ്ങൾ വീണ്ടും ഇങ്ങനെ തുടങ്ങി വെക്കുകയാണ്. ഏത് വിവാദങ്ങൾ ആര് തുടങ്ങി വെച്ചാലും അവർ തന്നെ പിന്നെ കൈകെടുക്കുകയുള്ളൂ, അവർ തന്നെ പിന്നെ പരാജയപ്പെടുകയുള്ളൂ, അസൂയക്കാരനെ നശിക്കുകയുള്ളൂ. അല്ലാതെ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാർക്കൊന്നും സംഭവിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സുൽത്താനുൽ നമുക്ക് ദീർഘായുസും ആഫിയത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏനും ഹിമ്മത്തോടെ, കരുത്തോടെ സുന്നത്ത് ജമാഅത്തിനെ നയിക്കാൻ അള്ളാഹു തആല ദീർഘായുസും ആഫിയത്തും നൽകട്ടെ. നാം ഓരോ ലക്ഷക്കണക്കിന് മോമിനീങ്ങൾ ഇന്ത്യയിൽ മാത്രമേ, എൻ്റെ പുറത്തുമുള്ള എത്രയോ ആലിമീങ്ങളും മഹാന്മാരും ഉസ്താദിന് പ്രാർത്ഥിക്കുന്നു, ഉസ്താദിനെ ആശംസ അറിയിക്കുന്നു. അങ്ങനെ ചെറിയ ബുദ്ധിയില്ലാത്ത ചില ആളുകൾ ഇവിടെ ഈ കേരളത്തിൻ്റെ ഉള്ളിൽ ഉള്ള ചില ബുദ്ധിയില്ലാത്ത ആളുകൾ മാത്രമാണ്
ഉസ്താദിനെ വിമർശിച്ച് നടക്കുന്നത്. അവർക്ക് ബുദ്ധിശൂന്യത എന്ന് മനസ്സിലാക്കി നമ്മൾ മൗനം പാലിക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇസ്സത്ത് നിലനിർത്തുന്ന എല്ലാ സംഭവങ്ങളും അല്ലാഹു തആല വൻ വിജയത്തിലാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.